നിമിഷ നേരം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് അശരണരായവരുടെ സ്തബ്ധമായ മുഖങ്ങൾ, വിലാപങ്ങൾ. പത്തോളം വീടുകളാണ് തീയിട്ട് നശിപ്പിച്ചത്. എല്ലാം ക്രൈസ്തവരുടെ വീടുകൾ. മതവൈരമെന്നും ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനമെന്നുമൊക്കെ പുറം ലോകത്ത് വിശേഷണങ്ങൾ പ്രചരിക്കുമ്പോൾ ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിനുമേലുള്ള കടന്നാക്രമണമാണ് നടക്കുന്നതെന്ന യാഥാർത്ഥ്യത്തിന് ഞങ്ങൾ ദൃക്സാക്ഷികളാവുകയായിരുന്നു. യാദൃശ്ചികമായി നഗരങ്ങളിൽ കർഫ്യൂ ഇളവ് ചെയ്യുന്നതും 2 ദിവസമായി കൊലപാതകങ്ങൾ നടക്കാത്തതുമെല്ലാം ചൂണ്ടിക്കാട്ടി ഒറീസ ശാന്തമാവുന്നുവെന്ന് തലസ്ഥാന നഗരിയിലിരുന്ന് ഭരണകൂടവും വിവിധ മാധ്യമങ്ങളുമൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പുറം ലോകമറിയാത്ത യാഥാർത്ഥ്യമെന്തെന്ന് പെന്നല ഗ്രാമം കാട്ടിത്തരികയായിരുന്നു. മലയാളിയായ ഫാദർ ചെല്ലൻ തോമസ് ഭീകരമായി ആക്രമിക്കപ്പെട്ട നുവാഗാവ് ലക്ഷ്യമാക്കിയായിരുന്നു അടുത്ത ദിവസത്തെ യാത്ര. യാത്ര തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ സ്രാസനന്ദ ഗ്രാമത്തിലെത്തി. ഇവിടുത്തെ പള്ളിയും അതിനോട് ചേർന്നുള്ള ഡിസ്പെൻസറിയും തൊട്ടടുത്തുള്ള ക്രൈസ്തവരുടെ വീടുകളുമെല്ലാം ചുട്ടുകരിക്കപ്പെട്ടിരുന്നു. ഒരു ചികിത്സാ സൗകര്യങ്ങളുമില്ലാത്ത വനപ്രദേശത്ത് നിരവധി പേർക്ക് ആശ്രയമായിരുന്ന ഡിസ്പെൻസറിയും ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സാ സൗകര്യങ്ങളും മരുന്നുകളും നശിപ്പിക്കപ്പെട്ടു. ഒരു ജനവിഭാഗത്തിന്റെ എല്ലാ ജീവിത സൗകര്യങ്ങളും ഇല്ലാതാക്കി നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമം. അടുത്തുള്ള ദുർജേതൻ മല്ലിക്കിന്റെ വീട് പൂർണ്ണമായും ചുട്ടുകരിച്ചിരുന്നു. ദുർജേതൻ മല്ലിക്കിന്റെ 4 മക്കളിൽ 3 പേർ ഒറീസ പോലീസിലും ഒരാൾ CRPFിലുമാണ്. എന്നിട്ടും അദ്ദേഹത്തിനും കുടുംബത്തിനും രക്ഷയുണ്ടായില്ല. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങളെല്ലാം തീയിട്ട് നശിപ്പിച്ചു. വളർത്തുമൃഗങ്ങളെ ജീവനോടെ ചുട്ടുകരിച്ചു. स्लोगन दिया और जय श्री राम और भारत माता की जय, ऐसा और कुछ ऐसे बोले. आके फिर एक साथ इधर पहले तो तोड़फोड़ किए और साथ में तो बकरी था, बहुत था बकरी, कम से कम 15-20 पूरा वहीं जला कर रखा थी. അന്നത്തെയും മൃഗങ്ങളെയും ദൈവമായി കാണാൻ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിന്റെ പേരിലാണ് ഇവിടെ ഭക്ഷ്യധാന്യങ്ങളും വളർത്തുമൃഗങ്ങളുമടക്കം ചുട്ടുകരിക്കപ്പെട്ടത്. ഇത് ശ്രീരാമദേവനും ഭാരതമാതാവും പൊറുക്കുമോ എന്ന ചോദ്യമാണ് സ്രാസനന്ദയിൽ ആക്രമിക്കപ്പെട്ടവരുടെ ദൈന്യമുഖങ്ങളിൽ നിന്ന് ഉയരുന്നത്. പിറന്ന മണ്ണിൽ അഭയാർത്ഥികളായി മാറിയവർ അവിടെ നിന്ന് ഒഴിഞ്ഞുപോകുന്ന കാഴ്ച കണ്ട് ഞങ്ങൾ യാത്ര പുനരാരംഭിച്ചു. ബലികുടയിലേക്കുള്ള വഴിയിൽ പലയിടത്തും വൻമരങ്ങൾ മുറിച്ചിട്ട് വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നു. CRPFുകാർ യന്ത്രവൽകൃത വാളുകൾ ഉപയോഗിച്ച് തടസ്സങ്ങൾ നീക്കുന്നു. കഴിഞ്ഞ ദിവസം തടസ്സം മാറ്റിയ അതേ സ്ഥലങ്ങളിൽ വീണ്ടും മരങ്ങൾ വെട്ടിയിട്ടിരിക്കുകയാണെന്ന് നാട്ടുകാരും പോലീസും പറഞ്ഞു. കലാപം ആരംഭിച്ച് 7 ദിവസങ്ങളായിട്ടും പ്രശ്നബാധിത ഗ്രാമങ്ങളിലേക്ക് എത്താനായിട്ടില്ലെന്നാണ് CRPF കമാൻഡർ ഞങ്ങളോട് പറഞ്ഞത്. The movement to that area was not possible because all the roads had been blocked with big trees, so it was difficult. അടിയന്തര സ്ഥിതിഗതികൾ നേരിടാൻ പോലീസിന് ആവശ്യമായ സന്നാഹങ്ങൾ നൽകാത്ത സംസ്ഥാന ഭരണകൂടം അർദ്ധസൈനിക വിഭാഗത്തിന് പ്രശ്നബാധിത പ്രദേശങ്ങളിലെത്താൻ ആവശ്യമായ സഹായം നൽകാനും പോലീസിനെ ഉപയോഗിച്ചില്ല. യാത്ര തുടർന്ന് സാരംഗഡിലെത്താറായപ്പോൾ വീട്ടുസാമഗ്രികളെടുത്ത് ഭയചകിതരായി നടന്നുപോകുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടു. കൈക്കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെയുള്ള ഒരു സംഘം. കൊറണ്ടഗഡോ ഗ്രാമവാസികളായിരുന്നു അത്. അവരുടെ വീടുകൾ നശിപ്പിച്ചതിനാൽ 3 ദിവസമായി വനത്തിനുള്ളിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. അവസാനം എന്തു ചെയ്യണമെന്നറിയാതെ സാരംഗഡ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടാൻ പോകുമ്പോഴാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന ANI ടെലിവിഷന്റെ ഒറീസയിലെ മേധാവി ശാരദ ഒഡിയ ഭാഷയിൽ അവരോട് സംസാരിച്ചു. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും ദിവസം വിശപ്പും ദാഹവും വെയിലും മഴയും സഹിച്ചു കഴിഞ്ഞ പിഞ്ചുകുട്ടികളുടെ മറുപടി ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും പകച്ചുപോയ അവസ്ഥ. വാക്കുകൾക്കൊന്നും അർത്ഥമില്ലാതായ സമയം. ഒടുവിൽ ഞങ്ങൾ കൈവശം കരുതിയിരുന്ന ലഘുഭക്ഷണം നൽകിയപ്പോഴാണ് 3 ദിവസങ്ങൾക്കു ശേഷം കൊച്ചുകുട്ടികൾക്ക് അല്പമെങ്കിലും ആഹാരം കിട്ടിയത്. പിന്നീട് കരച്ചിലടക്കി നടന്നു നീങ്ങിയ അവർ സാരംഗഡ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. അവിടെ നിന്നും യാത്ര തിരിച്ച് നുവാഗാവിലെത്തിയ ശേഷം ആദ്യം സന്ദർശിച്ചത് അക്രമികൾ ചുട്ടുകരിച്ച ജനസേവാ കേന്ദ്രമായിരുന്നു.
ഇവിടെ വെച്ചാണ് ഇടുക്കി പെരുവന്താനം ചെല്ലന്തറ കുടുംബാംഗമായ ഫാദർ ചെല്ലൻ തോമസിനെയും ഒരു കന്യാസ്ത്രീയെയും ഭീകരമായി ആക്രമിച്ചത്. ഇപ്പോൾ ഈ കെട്ടിടത്തിലുള്ളത് ചാരക്കൂമ്പാരം മാത്രം. ഇവിടെയുണ്ടായിരുന്ന വാഹനങ്ങൾ മുതൽ കടലാസ് വരെ എല്ലാം കത്തിച്ചു കളഞ്ഞു. അടുത്തുതന്നെ ഫാദർ ചെല്ലൻ തോമസ് ഡയറക്ടറായ ദിവ്യജ്യോതി പാസ്റ്റർ ട്രെയിനിംഗ് സെന്ററുമുണ്ട്. അവിടെയും എല്ലാം തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു. ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു. സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആരെയും അവിടെ കാണാനായില്ല. തലയ്ക്ക് പരിക്കേറ്റ ഫാദർ ചെല്ലൻ തോമസിനെ പോലീസ് ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായാണ് വിവരം ലഭിച്ചത്. അവിടെ നിന്ന് മടങ്ങുന്ന വഴി ഫിരിങ്കിയയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി അലഞ്ഞു നടന്നിട്ടും ദുരിതാശ്വാസ ക്യാമ്പ് വിജനമായിരുന്നു. കലാപം തുടങ്ങി 7 ദിവസങ്ങൾക്കു ശേഷവും ദുരിതബാധിതരെ ക്യാമ്പുകളിലെത്തിക്കാൻ ഒരു നീക്കവും സർക്കാർ നടത്തിയില്ല. ഈ ക്യാമ്പിന് അല്പം അകലെ വെച്ചാണ് രാവിലെ ഗ്രാമം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന കൊറണ്ടകടോ ഗ്രാമവാസികളെ ഞങ്ങൾ കണ്ടത്. ഫുൽബാനിയിൽ മടങ്ങിയെത്തി ഫാദർ ചെല്ലൻ തോമസിനെ കണ്ടുപിടിക്കാനുള്ള പരിശ്രമം തുടരുമ്പോഴാണ് രാത്രി ഭുവനേശ്വറിൽ നിന്ന് ഒരു സുഹൃത്തിന്റെ ഫോൺ വന്നത്. ഫാദർ ചെല്ലൻ തോമസ് ഭുവനേശ്വറിലെ ഒരു വീട്ടിലുണ്ട്. കൂടുതൽ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ അടുത്ത ദിവസം മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് മുൻപ് എത്തിയാലേ കാണാൻ കഴിയൂ. അതിരാവിലെ ഭുവനേശ്വറിലേക്കുള്ള യാത്ര. ഉച്ചയോടെ നഗരാതിർത്തിയിൽ എത്തുമ്പോൾ ഒരു സുഹൃത്ത് ഞങ്ങളെ കാത്തുനിന്നിരുന്നു. അദ്ദേഹം ഞങ്ങളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. തലയ്ക്ക് പരിക്കേറ്റ് അവശനായ ഫാദർ ചെല്ലൻ തോമസിനെ ഞങ്ങൾ കണ്ടു. കലാപത്തിനിരയായ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ മാധ്യമ അഭിമുഖം. സിസ്റ്ററിനെ അസോൾട്ട് ചെയ്തപ്പോൾ ഞാനത് എതിർത്തു. എന്നെ ഒരു അയൺ റോഡ് കൊണ്ട് തല്ലി. എന്നിട്ട് മുറ്റത്തേക്ക് എന്നെ വലിച്ചുകൊണ്ടുപോയി. കഴിഞ്ഞ അവരിലൊരാൾ ദേഹം മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ചു. തീപ്പെട്ടി എടുത്ത് കത്തിക്കാൻ വേണ്ടി. അപ്പോൾ വേറൊരാൾ പറഞ്ഞു ഇവിടെ കത്തിക്കണ്ട, റോഡിലേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ റോഡിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് എന്നോട് മുട്ട നിൽക്കാനും പറഞ്ഞു. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഞാൻ അങ്ങനെ അവിടെ നിന്നു. അതിന് മുമ്പായിട്ട് തന്നെ എന്നെ ഇറക്കിയപ്പോൾ തന്നെ എൻ്റെ ഷർട്ടും ബനിയനും അവർ കീറിക്കളഞ്ഞു. അങ്ങനെ ഒരു ഹാഫ് ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നു, പാൻസ് മാത്രം. അവിടെ നിന്നപ്പോൾ ഈ സിസ്റ്ററിനെയും കൂടി അവിടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറയുമായിരുന്നു ഒരു കയറെടുക്കുക, 2 പേരെയും കൂടെ കെട്ടിയിട്ടിട്ട് തീ കത്തിക്കാവുന്നു. അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ വേണ്ട, നമുക്ക് ന്യൂവാഗാമിലേക്ക് വരെ പരേഡ് ചെയ്യാമെന്ന്. ന്യൂവാഗാമിൽ ചെന്നപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ആരും ഇല്ല. അതുകൊണ്ട് അല്പം കൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ബ്ലോക്ക് ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അവിടെ അല്പനേരം ഞങ്ങളെ ഇരുത്തി. അവിടെ മുമ്പായിട്ട് തന്നെ ഞങ്ങൾ കണ്ട അവിടെ ഒരു ഡസനോളം ഒറീസ സ്റ്റേറ്റ് ആംഡ് പോലീസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു സാർ പ്ലീസ് ഹെൽപ്പ് അസ്. അങ്ങനെ പറഞ്ഞതിന് അവരുടെ മുമ്പിൽ വെച്ച് ഇവരെ തല്ലി ഞങ്ങളെ. എന്തിനാ അവരുടെ സഹായം ചോദിച്ചെന്ന് ചോദിച്ചു. പക്ഷെ അവർ യാതൊരു മാറ്റവും ഇല്ലാതെ ആ നിന്നിടത്ത് നിന്നതേ ഉള്ളൂ. കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിരവധി പേർ 200-ലധികം കിലോമീറ്റർ അകലെയുള്ള ഭുവനേശ്വറിലും അഭയം പ്രാപിച്ചിരുന്നു. അവർക്കായി YMCA തുറന്ന ദുരിതാശ്വാസ ക്യാമ്പ് ഞങ്ങൾ സന്ദർശിച്ചു. ജീവനും കൊണ്ട് ഓടിയും അവശതയോടെ നടന്നു നീങ്ങിയും എത്തിച്ചേർന്നവർ, ഉടപ്പിറന്നവരെ ജീവനോടെ ചുട്ടുകരിക്കുന്നത് പോലും കണ്ടു നിൽക്കേണ്ടി വന്നവർ. ഇവിടെ വെച്ചാണ് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ജവാനായ രവീന്ദ്രനാഥ പ്രധാനിന്റെ ദുരനുഭവം കേൾക്കാൻ ഇടയായത്. രൂപാഗാവിൽ സംഘപരിവാർ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ രവീന്ദ്രനാഥ പ്രധാനും സഹോദരൻ രഞ്ജൻ കുമാർ പ്രധാനും കുടുംബാംഗങ്ങളെയും കൂട്ടി അടുത്തുള്ള വനത്തിലേക്ക് കയറി. തളർവാദം പിടിപെട്ട് കിടക്കുന്ന സഹോദരൻ രസാനന്ദ പ്രധാനിനെ മാത്രം ഒപ്പം കൂട്ടാനായില്ല. തളർന്നു കിടക്കുന്നയാളെ അക്രമികൾ വെറുതെ വിടുമെന്ന പ്രതീക്ഷയായിരുന്നു മനസ്സു നിറയെ. എന്നാൽ സ്വന്തം ജ്യേഷ്ഠനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച ദൂരെ നിന്ന് ഈ സഹോദരന്മാർക്ക് കാണേണ്ടി വന്നു. हमारा घर तोड़ते तोड़ते उन लोगों से मेरा भाई एक साइड रूम में सो रहा था, उसके पास गए, उसके साथ कुछ बात किए. बात करने के बाद हमारा भाई को पेट्रोल एक लड़का ले आया. हम देख रहे हैं और उसको पेट्रोल डाल के उसको जला दिए. मेरा भाई तड़प के बहुत तड़प के मर गया हूँ. उसके बाद हम थोड़ा दूर हो गए. कोई बात नहीं, हमारा भाई को जला दिए, लेकिन हम बचा नहीं सके उसको. फिर हम दूर हो गए, खड़े रहे, देखे तो पूरा गांव सभी ने जला दिए, कुछ भी नहीं बचा.